48ഓളം രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം 44 ചെറു കപ്പലുകളിലായി 500ഓളം ധീരരായ ആക്ടിവിസ്റ്റുകൾ. അവരങ്ങനെ തന്നെ അടിവരയിട്ടുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞേ, ധീരരായ ആക്ടിവിസ്റ്റുകൾ. അവർ ഗസയിലേക്കുള്ള ഭക്ഷണവും മരുന്നുമൊക്കെയായിട്ട് കടൽ തിരമാലകളിലുമായിട്ട് മല്ലിട്ട്, കടലിലെ പ്രതികൂലമായ കാലാവസ്ഥയുമായിട്ട് മല്ലിട്ട് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഭീഷണിയെ വകഞ്ഞുമാറ്റി ഏകദേശം ഗസയുടെ തീരത്തെത്താനായപ്പോൾ ഇസ്രയേൽ എന്നുള്ള സയനിസ്റ്റ് ഭീകര തമ്മാടി രാഷ്ട്രം ആ കപ്പലുകൾ മുഴുവനും പിടിച്ചടക്കി അന്നം മുടക്കികളായ, വെള്ളം മുടക്കികളായ പാവപ്പെട്ട ഗസയിലെ മക്കൾക്ക്, ജനങ്ങൾക്ക്, മനുഷ്യ മക്കൾക്കുള്ള ഭക്ഷണവും മരുന്നും എല്ലാം തടഞ്ഞു വെച്ച് ലോകത്തെ മുഴുവൻ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട്, നമ്മൾ പറയുന്ന ആംനസ്റ്റി ഇന്റർനാഷണൽ പറയുന്നു, ലോകത്തിൻ്റെ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചിരിക്കുന്നു ഇസ്രയേൽ. അങ്ങനെ ഈ ഭീകരന്മാർ, ഈ തെമ്മാടികൾ, അവർ ലോകത്തിൻ്റെ നിലവിലുള്ള അന്താരാഷ്ട്ര സമാധാന നിയമങ്ങളെ മുഴുവനും ലംഘിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 44 കപ്പലുകളിലുള്ള ഭക്ഷണ സാധനങ്ങൾ മുഴുവനും പിടിച്ചടക്കി 500ഓളം വരുന്ന ആക്ടിവിസ്റ്റുകളെ, പരിസ്ഥിതി പ്രവർത്തകരായിട്ടും സാമൂഹിക പ്രവർത്തകരായിട്ടും പല മേഖലകളിൽ പാർലമെന്റ് അംഗങ്ങളൊക്കെ ഉണ്ട്, ഈ മേഖലകളിൽ നിന്നൊക്കെയുള്ള ആളുകൾ തടഞ്ഞു വച്ചിരിക്കുകയാണ്. നോക്കണം നിങ്ങൾ, എത്രയോ വലിയൊരു ക്രൂരതയാണ് ലോകത്ത് നടക്കുന്നത്. എന്തൊരു നീതി നിഷേധം, എത്ര വലിയ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നത്. അന്താരാഷ്ട്ര നിയമ ലംഘനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ നെഞ്ചുവിരിച്ച് ആണത്തത്തോടുകൂടി, വെറും അപലപനമല്ല നമുക്ക് ആവശ്യം, അങ്ങനെ പറയാൻ എവിടെ ധീരന്മാരായ അറബികൾ, എവിടെ ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈമാനിന്റെ ഭാഗമായിട്ടുള്ള ധൈര്യമുണ്ടല്ലോ, ധീരമായ നിലപാട്, എവിടെ അവർ? ആരെയും കാണുന്നില്ല. അവിടെയും കുറെ അമുസ്ലിമീങ്ങളാണ് ധീരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുഖലോലുപന്മാരായി കിട്ടിയ അധികാരത്തിന്റെ ശീതളച്ചായിൽ തങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ, അപ്പുറത്തുള്ളത് വലിയ ആക്രമണ ശക്തിയാണ്, അവർ ഞങ്ങളുടെ മേൽ ആക്രമണം അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ രാജ്യവും ഗസ പോലെ ഇല്ലാതെയാവും എന്നുള്ള ഭയപ്പാടിൽ പരസ്പര ഐക്യമില്ലാതെ ഭിന്നിച്ച് ഭീരുക്കളായി, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ നിങ്ങൾ ഭിന്നിക്കരുത്, ഭിന്നിച്ചാൽ നിങ്ങൾ ഭീരുക്കളാകും, നിങ്ങളെ കാറ്റു പോകുമെന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ലോകത്തിങ്ങനെ ആഗോള തലത്തിൽ, ഗ്ലോബൽ തലത്തിൽ